പള്ളിച്ചൽ ഗ്രാമം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള കോട്ടുകാൽ, ചെങ്കൽ, പെരുങ്കടവിള എന്നിങ്ങനെയുള്ള കർഷക ഗ്രാമങ്ങളിലൊന്ന്. മണ്ണിനെ തരിശിടാൻ മനസ്സില്ലാത്ത കർഷകരുടെ നാട്. മണ്ണിനൊപ്പം മനസ്സിനെ ചേർത്തുവയ്ക്കുന്ന കർഷകർ, ഇവരുടെ സൗഹൃദവും കൂട്ടായ്മയും. കാർഷിക മേഖല ജീവിത വിജയവീഥിയാണെന്ന് ഇവിടുത്തെ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. കർഷകരുടെ സംഘശക്തിയായ സംഘമൈത്രി എന്ന കർഷക സൗഹൃദ കൂട്ടായ്മയും ഇവിടെ രൂപം കൊണ്ടു. സംഘമൈത്രിക്ക് വേരുറപ്പിക്കുവാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായവും സഹകരണവും വളമായി എന്ന വിവരം കൂടി അറിഞ്ഞപ്പോൾ സംഘമൈത്രിക്ക് പിന്നിലെ കർഷക കൂട്ടായ്മയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഞങ്ങൾക്ക് തോന്നി. കന്യാകുമാരി ദേശീയപാതയിലെ പ്രാവച്ചമ്പലം കവലയ്ക്ക് സമീപമുള്ള പള്ളിച്ചൽ ഗ്രാമത്തിൽ ഞങ്ങളെത്തി. കർഷകരുടെ ഈ ആശ്വാസ കേന്ദ്രത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ അകമഴിഞ്ഞ സഹായമാണ് നൽകിയിരിക്കുന്നത്. വാഴക്കുലകളുടെ ഉൽപാദന വർധനവിനായി 33 ലക്ഷം രൂപയാണ് സബ്സിഡിയായി ഹോർട്ടിക്കൾച്ചർ മിഷൻ അനുവദിച്ചത്. 370 കർഷകർ നട്ടുവളർത്തിയ 3.33 ലക്ഷം വാഴകൾക്കാണ് ഇത്രയും തുക സഹായധനമായി അനുവദിച്ചത്. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഈ കൈത്താങ്ങ് കാർഷിക വൃത്തിയിൽ ഉറച്ചു നിൽക്കാൻ കർഷകരിൽ ആത്മവിശ്വാസമുയർത്തി. ഇതുകൂടാതെ സംഘമൈത്രിക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ 3.75 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുപയോഗിച്ച് ഇലക്ട്രോണിക് ത്രാസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഫ്രീസിംഗ് റൂം എന്നീ നിരവധി സംവിധാനങ്ങൾ ഒരുക്കി. സമ്പുഷ്ടമായ ജലസമ്പത്തും പ്രകൃതിയുടെ മേൽ പച്ച പുതപ്പിച്ചതുപോലെ നീണ്ടുകിടക്കുന്ന വയലേലകളും ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവിടുത്തെ ഗ്രാമങ്ങൾ. നെൽകൃഷി നഷ്ടമായതോടെ വയലേലകൾ പണപ്പുരയിടങ്ങളായി. ഇവിടങ്ങളിൽ വിവിധ ഇനം പച്ചക്കറി ഇനങ്ങളും വാഴയും മരച്ചീനയും വിളയാൻ തുടങ്ങി. ഇത്തരത്തിൽ മണ്ണിൽ വിയർപ്പൊഴുക്കി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ കർഷകർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. ആറാലിൻമൂട് മാർക്കറ്റായിരുന്നു പ്രധാന വിപണി. ഇടത്തട്ടുകാരുടെ ചൂഷണവും അമിതമായ കയറ്റിറക്കുകൂലിയും കടക്കാശും കഴിച്ചാൽ കർഷകന് അവന്റെ വിയർപ്പിന്റെ ഫലമായി ലഭിച്ചത് തുലോം തുച്ഛം മാത്രം. ഞങ്ങൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ആറാലമ്മൂട് മാർക്കറ്റിലാണ് കൊണ്ടുപോയി വിൽക്കുന്നത്. 100 രൂപ വിൽക്കുന്ന ഒരു കൊലയ്ക്ക് ഞങ്ങൾക്ക് ഒരു 50 രൂപയൊക്കെ ഞങ്ങൾക്ക് മുതലായി കിട്ടുന്നുള്ളൂ. അത് പാട്ടവും കൊടുത്ത് ഞങ്ങളുടെ കൃഷി കഴിഞ്ഞ് വരും, ചെലവും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ നഷ്ടത്തിലാണ് ഇത് പോകുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ കർഷകർ കർഷക കൂട്ടായ്മയെക്കുറിച്ചും സ്വന്തം വിപണിയെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത്. ആർ ബാലചന്ദ്രൻ, വി വിൽസൺ,
ടി സുകുമാരൻ നായർ, എം ജോൺസൺ, ടി വാമദേവൻ നായർ, ആർ സതീശൻ, വി ബാബു ഇവർ ഉൾപ്പെടെ ഒരു കൂട്ടം കർഷകർ കൂട്ടായി ചേർന്ന് ചർച്ച നടത്തി. ഇങ്ങനെ 2003 20 കർഷകർ ചേർന്ന് സംഘമൈത്രിക്ക് രൂപം നൽകി. ഇപ്പോൾ കർഷകർക്ക് അവരുടെ വിളകൾക്ക് ന്യായമായ വില കിട്ടുമെന്ന് ഉറപ്പുണ്ട്. സംഘമൈത്രിക്ക് മുന്നിലെ പ്രധാന സാരഥി ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. കേരളത്തിലെ കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വിലയോ അത് ഏറ്റെടുക്കുന്നതിനൊരു സംവിധാനമില്ലാതിരുന്നപ്പോഴാണ് 2003 20 കർഷകരുടെ മെമ്പർഷിപ്പ് കൊണ്ട് 600 രൂപ വെച്ച് വാങ്ങിച്ച് 12,000 രൂപ കൊണ്ട് മൂലധനം കൊണ്ട് വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സംഘമൈത്രിക്ക് ഇന്ന് 1900 എ ക്ലാസ് മെമ്പർഷിപ്പും 400 സി ക്ലാസ് മെമ്പർഷിപ്പും തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അങ്ങനെ 20 കർഷകരിൽ നിന്ന് തുടങ്ങിയ സംഘമൈത്രി ഘട്ടം ഘട്ടമായി തന്നെ ഓരോ വർഷവും ടേൺ ഓവർ കൂടി 2010-11 കാലയളവിൽ സംഘമൈത്രിയുടെ വിറ്റുവരവെന്ന് പറയുന്നത് 15 കോടി രൂപയുടെ വിറ്റുവരവാണ് നടത്തിയത്. കർഷകൻ 100 രൂപയുടെ ഉൽപ്പന്നം വിൽക്കുമ്പോൾ 5 രൂപ സംഘമൈത്രിക്ക് കമ്മീഷനായിട്ട് തരണം. അതിന്റെ 2.5% സംഘമൈത്രിയുടെ ചെലവുകൾക്കും മറ്റ് സ്റ്റാഫുകൾക്ക് ജീവനക്കാർക്ക് വേതനം നൽകി പോയി വരുന്ന 2.5% ഓണത്തിനും 10 ദിവസം മുമ്പ് തന്നെ ബോണസായി നൽകി വരുന്നു. കർഷക കൂട്ടായ്മയുടെ വിവരമറിഞ്ഞ് പിന്തുണയുമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എത്തിയതോടെ കർഷകർ ഉഷാറായി. കൃഷിക്കാരന് പുതിയ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് ഇന്ത്യൻ വെജിറ്റബിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാരണാസിയിൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ NRCB നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാനയിൽ തൃച്ചിയിൽ കർഷകർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി അവർക്ക് എല്ലാ ചെലവും നൽകിയാണ് ട്രെയിനിങ് നൽകുന്നത്. ഇടനിലക്കാരുടെ ചൂഷണവും കയറ്റിറക്ക് പ്രശ്നവും ഇല്ലാതായി. കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ഇടതടവില്ലാതെ സംഘമൈത്രിയിലെത്തുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. സംഘമൈത്രി വന്നതിന് ശേഷം ഇഷ്ടം പോലെ കൃഷി ചെയ്യാനുള്ള ഉത്സാഹമുണ്ട്. കാര്യം വെച്ചാൽ അവിടെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായ വില കിട്ടുന്നുണ്ട്. കൊണ്ടു കൊടുക്കുന്ന സാധനം ആ നിമിഷം തന്നെ തൂക്കിയെടുത്ത് അപ്പോൾ തന്നെ കാശ് കൊടുക്കുന്നുണ്ട്. നാളെ എന്ന് പറയുന്നില്ല, ആ നിമിഷം തന്നെ പൈസ കൊടുക്കുന്നു. 1 ഹെക്ടർ വാഴ കൃഷിക്ക് 26,500 രൂപ വെച്ച് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായം ലഭിച്ചതോടെ സംഘമൈത്രിയിൽ വാഴക്കുലകൾ ധാരാളമായി എത്തിത്തുടങ്ങി. ഇവിടെയുള്ള കർഷകരിൽ ഭൂരിഭാഗവും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷിയിറക്കുന്നവരാണ്. സമ്മിശ്ര കൃഷിയാണ് കർഷകർ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പ്രധാന വിളയോടൊപ്പം ഇടവിളകൾ കൃഷി ചെയ്ത് നേട്ടം കൊയ്യുന്ന രീതിയാണിത്. വാഴത്തൈകൾ വയ്ക്കുമ്പോൾ തന്നെ വെള്ളരിയും നടുന്നു. 3 മാസം കൊണ്ട് വെള്ളരി വിളവെടുക്കും. അത് കഴിഞ്ഞാൽ വെള്ളരി വള്ളികൾ വാഴയ്ക്ക് വളമാകും. ഇതുകൂടാതെ വെണ്ട, കത്തിരി എന്നീ പച്ചക്കറികളും ചേമ്പ്, ചേന, മരച്ചീനി എന്നിവയും ഇടവിളയായി കൃഷി ചെയ്ത് നേട്ടം കൊയ്യുന്നുണ്ട്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കർഷകർക്ക് ആവശ്യമായ ജൈവവളം സംഘമൈത്രിയിൽ നിന്ന് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. സംഘമൈത്രിയുടെ 11 കളക്ഷൻ സെന്ററുകളുണ്ട്. അതെല്ലാം നിയന്ത്രിക്കുന്ന നല്ല പ്രഗത്ഭരായ കർഷകരാണ്. അങ്ങനെ അതിലൂടെയാണ് സംഘമൈത്രി ഇത്രയും വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘമൈത്രിക്ക് ഗോഡൌൺ, വിത്ത് മുതൽ വിപണനം വരെയുള്ള സംവിധാനങ്ങൾ, ഫ്രീസ് ചെയ്യാനുള്ള സംവിധാനം, അത് റൈപ്പിന് ചെയ്യാനുള്ള സംവിധാനം,
കൃഷിക്കാരന്റെ ജൈവവളം നൽകുന്നതിനുള്ള സംവിധാനം, കർഷകന് അവന്റെ ഉൽപ്പന്നത്തിന് രൊക്കവില, ഇതെല്ലാം സംഘമൈത്രിയെ കൃഷിക്കാർ ഒരു ആകർഷണ കേന്ദ്രമാക്കി മാറ്റി. അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഓഫീസും അതിന്റെ ഡയറക്ടറുമാണ് നമുക്കത് ചെയ്തത്. കർഷകർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക സഹായ പദ്ധതികൾ കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് ഇവർ ഇപ്പോൾ ജാഗരൂകരാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് അന്നമൂട്ടാൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകനെ അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഭരണകൂടമുള്ള സമൂഹത്തിന് മാത്രമേ നിലനിൽക്കാനും വളരാനും കഴിയൂ. കർഷകനില്ലെങ്കിൽ വറുതിയും പട്ടിണിയുമാണ് ഫലം. ഇവിടെ നിലനിൽപ്പിനായി സ്വന്തം വിപണിയും കൂട്ടായ്മയും ഉണ്ടാക്കിയ സംഘമൈത്രി കർഷക കേരളത്തിന് മാതൃകയാവുകയാണ്. ഈ കാർഷിക ഗ്രാമത്തിന് വഴികാട്ടിയും സുഹൃത്തുമായി മാറിയ സംഘമൈത്രിക്ക് ഇതിലും കൂടുതൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നും അതിലൂടെ ഈ കർഷക കൂട്ടായ്മ നാടിനും നഗരത്തിനും ഒരുപോലെ ഗുണകരമായി തീരട്ടെ എന്നും ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. സംഘമൈത്രിയുടെ മാതൃകകൾ കേരളത്തിലെമ്പാടും ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു.